നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിൽ കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ശബരിമലയിലെ തന്ത്രിയായ ശ്രീ കണ്ഠരരു രാജീവരരുവിന് ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ബഹുമാനപ്പെട്ട കോടതി കേസന്വേഷണം നടത്തുന്ന SITക്കെതിരെ വളരെ നിശിതമായ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. സത്യത്തിൽ ആ വിധി ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുഖത്തേറ്റ ഒരു അടിയാണ്. ഈ വിധി ഈ സാമാന്യ ജനങ്ങൾക്ക് SITയുടെ ഈ കേസ് അന്വേഷണ രീതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് നിയമപരമല്ല എന്ന് വിളിച്ചു പറഞ്ഞ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട് ജനുവരി മാസം 13 തന്ത്രിയുടെ അറസ്റ്റ് നിയമപരമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അതിൽ പറഞ്ഞ കാര്യങ്ങളെ ഒക്കെ തന്നെ സാധൂകരിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ റോൾ എന്താണ്? അത് നിയമത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കി പരിശോധിക്കുക. അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ നിലനിൽക്കുന്നതാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഈ വിഷയമാണ് ഞാനിവിടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിലോ ക്ഷേത്രത്തിൻ്റെ ധനം കൈയാളുന്നതിലോ യാതൊരു വിധത്തിലും ഉള്ള അധികാരവും ഇല്ല. ക്ഷേത്രത്തിൻ്റെ ധനത്തിൻ്റെ സൂക്ഷിപ്പുകാരനും തന്ത്രിയല്ല. ഒരു ക്ഷേത്രത്തിൻ്റെ മതപരമായ ആത്മീയതയുടെ സൂക്ഷിപ്പുകാരനാണ് തന്ത്രി എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നമ്മുടെ ഈ തന്ത്രിയുടെ അധികാരവും അവകാശവും ഒക്കെ തന്നെ ആത്മീയത, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ശുദ്ധി എന്നിവയുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ഈ ഭരണകാര്യങ്ങളിൽ യാതൊരു വിധത്തിലും കൈകടത്താൻ ഉള്ള അധികാരമോ അവകാശമോ ഇല്ല. ഇവിടെ തന്ത്രി തനിക്ക് ചെയ്യാൻ ബാധ്യതയില്ലാത്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രതിയാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ പ്രതിയാക്കുന്നതിലൂടെ SIT എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തന്ത്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണാധികാരം ഇല്ലാത്ത മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഉത്തരവാദിത്വം ഉള്ള ഒരു വ്യക്തി ആയതിനാൽ ഈ കേസിൽ പ്രതിയാക്കപ്പെടേണ്ട ആളെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാൾക്കെതിരെ കുറ്റം ചുമത്തുന്നത് കൊണ്ടോ അയാളെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ മാത്രം അയാൾ കുറ്റക്കാരൻ ആകുന്നില്ല. ഈ കേസിൽ തന്ത്രിക്കെതിരെയുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെടാനുള്ള വിദൂര സാധ്യത പോലും ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 10 ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു കേസെടുത്തത്. തുടർന്ന് ഒക്ടോബർ മാസം 6 കേസിൻ്റെ അന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും ADGP വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലും ഒരു SITയെ ഫോം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേരള ഹൈക്കോടതി ഈ കേസിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രൊസീഡിങ്സും ഇൻ ക്യാമറയിൽ ആക്കുകയും ചെയ്തു. അതിനർത്ഥം ആർക്കും തന്നെ ഈ കോടതിയിൽ ആ സമയത്ത് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അതിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ അന്വേഷണത്തിനെ സംബന്ധിക്കുന്ന യാതൊരു വിവരങ്ങളും മാധ്യമങ്ങൾക്കോ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഗുണഭോക്താക്കളായ അയ്യപ്പ ഭക്തന്മാർക്കോ ലഭിക്കാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്തു. തുടർന്ന് നവംബർ മാസം 5 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച വേളയിൽ SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം നവംബർ മാസം 6 ഞാനായിരിക്കും ഒരുപക്ഷെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞത്. ജനൻ TV ചർച്ചയ്ക്കിടയിൽ ഈ SITയുടെ അന്വേഷണം തൃപ്തികരം അല്ല എന്നും ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടേണ്ടതാണെന്നും ഞാൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി തന്നെ ഈ SITയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കേസ് പഠിച്ചപ്പോൾ എനിക്ക് ആ ഒരു തൃപ്തി വന്നില്ല. ഈ SIT അന്വേഷണം ഈ രീതിക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഔട്ട്പുട്ടും കിട്ടാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ അന്വേഷണം ഒരു CBI ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഈ പ്രതികളൊക്കെ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിക്കാതെ ഈ നാട്ടിൽ കൂടി വീണ്ടും മന്ത്രിമാരായിട്ടും MLAമാരുമായിട്ടൊക്കെ വിലസും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും. ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയെങ്കിലും ഈ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ നേരെ തിരിച്ചുള്ള ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കൂടാതെ ഈ സുപ്രീം കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും ചില പ്രതികളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുവരെ അദ്ദേഹത്തിന് ചോദിക്കേണ്ടതായും വന്നു. കേസിലെ ഒരു പ്രതി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനായതുകൊണ്ട് മാത്രം SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. പകരം
അദ്ദേഹത്തിന് അസുഖം നടിച്ചുകൊണ്ട് ഒരു പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ സുഖ ചികിത്സയ്ക്കുള്ള അവസരമാണ് SIT ഉണ്ടാക്കി കൊടുത്തത്. അവസാനം ജസ്റ്റിസ് ബദറുദ്ദീൻ വടിയെടുത്തപ്പോൾ മാത്രമാണ് പേരിന് വേണ്ടിയിട്ടെങ്കിലും SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അവസാനം അദ്ദേഹത്തിൻ്റെ ഈ രോഗത്തെ സംബന്ധിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഹൈക്കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് വരും എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റിയത്. ഒരു മുൻ മന്ത്രിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഇതുവരെയും അറസ്റ്റ് ചെയ്തില്ല. പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ അടുത്തു വരുന്ന വേളയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന CPMന് അത് വളരെ വലിയ ഒരു തിരിച്ചടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമായിരിക്കണം അദ്ദേഹത്തെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തത്. ഇതൊക്കെ തന്നെ തെളിയിക്കുന്നത് ഈ SITയുടെ കേസന്വേഷണം പേരിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആണ് എങ്കിലും SIT പരിപൂർണമായിട്ടും ഭരണകക്ഷിയുടെ നിയന്ത്രണത്തിലാണ് എന്നാണ്. അതിന് നമുക്ക് SITയെ കുറ്റം പറയാനും കഴിയില്ല. കാരണം അവർക്ക് കുടുംബവും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്കിനിയും വർഷങ്ങളോളം ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ കീഴിൽ പണിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെളിയിക്കുക എന്നുള്ളതല്ല, മറിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ വാദം കേൾക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചത് CBI ഇതുവരെ എത്ര കേസുകൾ തെളിയിച്ചു എന്നാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമായിരുന്നു അത്. ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതികൾ ഈ കണക്കിലെടുക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ട്. അത് ഈ കേസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമായിരുന്നു നിയമപരമായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിക്കേണ്ടി ഇരുന്നത്. കേസിൻ്റെ അന്വേഷണം അഥവാ CBIക്ക് വിട്ടിരുന്നു എങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് അതീതമായ ഒരു ഏജൻസിയാണ് എന്നുള്ള ഒരു ആശ്വാസമെങ്കിലും ഒരു വിശ്വാസമെങ്കിലും പൊതുജനങ്ങൾക്ക് ഉണ്ടായേനെ. SITയുടെ കേസ് അന്വേഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയിച്ചതുപോലെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയവും ഇല്ല. സമയബന്ധിതമായി 90 ദിവസത്തിന് മുമ്പായി തന്നെ ഒരു ഇടക്കാല കുറ്റപത്രം പോലും കൊടുക്കാത്തതിനാൽ ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ന്യായീകരണമുണ്ട്. പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, അന്തിമമായി അവർ ശിക്ഷിക്കപ്പെടുന്നതിലാണ് കാര്യം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കേസന്വേഷണത്തിൻ്റെ മേൽനോട്ടം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരത്തിലാണ് നിർവഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്തിമമായിട്ട് ഈ കേസിലെ പ്രതികളിൽ ആരും തന്നെ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ എത്ര സ്വർണം പൂശി എന്നുള്ളതിന് ദേവസ്വം ബോർഡിൻ്റെ പക്കൽ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല, രേഖകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട സമയത്ത് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഈ പ്രതികളുടെ അഭിഭാഷകർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അവർ പറഞ്ഞത് എത്ര സ്വർണം പൂശി എന്നറിഞ്ഞാലേ ഈ സ്വർണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതെ, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെയായിരിക്കും വിചാരണ കോടതിക്ക് മുന്നിൽ ഈ പ്രതികൾ ഉന്നയിക്കാൻ പോകുന്നതും. ആ ഒരു ഒറ്റ ചോദ്യത്തിലൂടെ അവർക്ക് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കും. SIT തന്ത്രിക്കെതിരെ 2 കേസുകളാണ് ചാർജ് ചെയ്തത്. ആ 2 കേസുകളിലും ഈ തന്ത്രിയെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു തെളിവിൻ്റെ കണിക പോലും SITയുടെ പക്കലില്ല എന്നാണ് കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞത്. 2019 മെയ് 18-നും ജൂലൈ 20-നുമുള്ള 2 മഹസറിൽ ഈ തന്ത്രി ഒപ്പിട്ടില്ല, അതിനാൽ അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നായിരുന്നു SITയുടെ ആരോപണം. എന്നാൽ കോടതി പറയുന്നത് അദ്ദേഹം അതിൽ ഒപ്പിട്ടില്ല എന്നത് തന്നെ അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കെടുത്തില്ല എന്നുള്ളതിന് തെളിവാണ് എന്നും, അഥവാ അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ ഒപ്പിടുമായിരുന്നു എന്നുമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ തന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് പൂജകൾ, ചടങ്ങുകൾ, മതപരമായ ആചാരങ്ങൾ എന്നിവയെ സംബന്ധിച്ച് മാത്രമാണെന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ ദേവസ്വം ബോർഡ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുന്ന പക്ഷം മാത്രം ഈ തന്ത്രി എന്തെങ്കിലും അഭിപ്രായം നൽകേണ്ടതുള്ളൂ എന്നുമാണ് കോടതി പറയുന്നത്. ദേവസ്വം ബോർഡിൻ്റെ 5/7/2019 ROC 9098/2018/M നമ്പർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് 19/7/2019 ഈ ആദ്യത്തെ മഹസർ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റൊരു തെളിവുകളും ഇല്ലാതിരിക്കെ ഈ ദേവസ്വം ബോർഡ് തന്നെ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു മഹസറിൽ തന്ത്രി ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം
തന്ത്രിയെ ഈ കേസിൽ പ്രതിയാക്കാൻ കഴിയില്ല എന്നാണ് കോടതി അസന്നിഗ്ധമായി പറഞ്ഞത്. ദേവസ്വം ബോർഡ് 20/3/2019 5/7/2019 എടുത്ത തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള യാതൊരു അധികാരവും തന്ത്രിക്കില്ലായിരുന്നു എന്നും കോടതി പറയുന്നു. ദ്വാരപാലക വിഗ്രഹങ്ങളിലും വാതിലിൻ്റെ കട്ടളപ്പടിയിലും പൊതിഞ്ഞിട്ടുള്ള സ്വർണം പൂശിയ ചെമ്പ് തേടുകൾക്ക് ക്ഷേത്രത്തിൽ നിത്യേനയോ അല്ലെങ്കിൽ പ്രത്യേക അവസരങ്ങളിലോ നടത്തിവരുന്ന ഈ പൂജയുമായോ അനുഷ്ഠാനവുമായോ മതപരമായ ആചാരങ്ങളുമായോ യാതൊരു വിധത്തിലുമുള്ള നേരിട്ടുള്ള ബന്ധവും ഇല്ല എന്നും അവ ഈ ശ്രീകോവിലിൻ്റെ ഭാഗം ആണെങ്കിൽ കൂടിയും അവ ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള ശ്രീകോവിലിന് പുറത്തുള്ള ചില സ്ട്രക്ചറുകളെ പൊതിയുന്ന സാധനങ്ങൾ മാത്രമാണെന്നും കോടതി പറയുന്നു. തന്ത്രിക്ക് ക്ഷേത്രത്തിലെ സാധനങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്ന കാര്യത്തിലോ അവയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലോ അവയെ സംരക്ഷിക്കുന്ന കാര്യത്തിലോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുമുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്നും അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൽ പല തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നുമാണ് കോടതി പറയുന്നത്. തന്ത്രി എന്ന നിലയിലോ ക്ഷേത്രത്തിൻ്റെ പ്രധാന പൂജാരി എന്ന നിലയിലോ അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ വളരെ പരിമിതമാണ്. അദ്ദേഹം രോഗിയാണ്, അദ്ദേഹത്തിന് ചികിത്സ ആവശ്യവും ആണ്. കൂടാതെ ഈ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശബരിമലയുടെ തന്ത്രിയായ അദ്ദേഹത്തിന് മതപരമായ പല കർത്തവ്യങ്ങളും നിർവഹിക്കാനും ഉണ്ട്. അതിനാൽ തന്ത്രിക്കെതിരെ ചാർത്തിയിരിക്കുന്ന 2 ക്രിമിനൽ കേസുകളിലെ വസ്തുതകളുടെയും ഈ സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ടെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശബരിമല തന്ത്രിക്ക് അയ്യപ്പ ഭക്തരിൽ നിന്നും കോടിക്കണക്കിന് രൂപ ദക്ഷിണയായിട്ട് ലഭിക്കുന്നുണ്ടാകാം. അദ്ദേഹം ഒരുപക്ഷെ മറ്റു പല സാമ്പത്തിക ക്രമക്കേടുകളും കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടും ഉണ്ടാകാം. അതിന് ചെയ്യേണ്ടത് വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തി അദ്ദേഹത്തിനെതിരെ തെളിവ് കണ്ടെത്തി കേസ് ചാർജ് ചെയ്ത് ശിക്ഷ ഉറപ്പാക്കുകയാണ് വേണ്ടത്. അല്ലാതെ തെളിവുകളുടെ അഭാവത്തിൽ നിലനിൽക്കാത്ത ഒരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് സ്വയം എളിഭരാവുക ആയിരുന്നില്ല ഈ SIT ചെയ്യേണ്ടിയിരുന്നത്. വാജീവാഹനം ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് അതിൻ്റെ പഴയ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പരസ്യമായി തന്ത്രിക്ക് സമ്മാനിച്ചതാണ്. അതിന് കേരള ഹൈക്കോടതിയുടെ അംഗീകാരവും കിട്ടിയിരുന്നു. എന്നിട്ടും ഈ തന്ത്രി അത് വേണമെങ്കിൽ തിരികെ ഏൽപ്പിക്കാം എന്ന് ഈ ബോർഡിനെ രേഖാമൂലം അറിയിച്ചിരുന്നതും ആണ്. എന്നിട്ടും അദ്ദേഹം എന്തോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ള നിലയ്ക്ക് ഈ SIT, നാണമില്ലാത്ത SIT, അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയും ഈ വാജീവാഹനം പിടിച്ചെടുക്കുകയും അതിനെ തുടർന്ന് കോടതിയിൽ കൊണ്ട് സമർപ്പിക്കുകയും ചെയ്തു. മിക്കവാറും തീർച്ചയായിട്ടും ഉടനെ തന്നെ ആ വാജീവാഹനം ഇതേ തന്ത്രിയുടെ വീട്ടിൽ തിരിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ദേവസ്വം ബോർഡിൻ്റെയും തന്ത്രിയുടെയും ചുമതലകൾ, അധികാരങ്ങൾ എന്നിവയൊക്കെ എന്താണെന്ന് ഈ ദേവസ്വം മാനുവലിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്തത് എന്ന് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് പറയാനുള്ള എല്ലാ ബാധ്യതയും ഉണ്ട്. ശബരിമലയുടെ പരിസരത്ത് നിലയ്ക്കലും മറ്റും ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ഭൂമി ലാൻഡ് മാഫിയ വാങ്ങിക്കൂട്ടി ഇട്ടിട്ടുണ്ട്. ശബരിമലയിൽ ഒരു വിമാനത്താവളം വരിക, അവിടെ ഈ ക്ഷേത്രം ദിവസവും തുറക്കുക, അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പ്രായഭേദമന്യേ എല്ലാ പ്രായത്തിലും ഉള്ള സ്ത്രീകൾ അവിടേക്ക് വരിക എന്നുള്ളതൊക്കെ തന്നെ ഈ ലാൻഡ് മാഫിയയുടെ ഗൂഢ ലക്ഷ്യങ്ങളാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഈ പൊതുജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ കഴിയുമെന്നും അന്വേഷണം ഉന്നതന്മാരിലേക്ക് പോകുന്നതിൽ നിന്നും തടയാൻ കഴിയുമെന്നും ഈ SITയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർ കരുതി എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രി എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള ഈ 2 കേസുകളും റദ്ദ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. അവസാനം എന്നെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ എല്ലാ പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ശബരിമല കേസ്, അതായത് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് അടുത്ത് നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.